ഹലോ ഫ്രണ്ട്സ്, ഇത് ഈ ഒരു മൊഞ്ചുള്ള മീൻകറിയല്ലേ. ഇത് വന്നിട്ട് നമ്മുടെ കോട്ടയംകാരുടെ സ്റ്റൈലിൽ സൂപ്പർ ഒരു മീൻകറി കേട്ടോ. അപ്പോൾ അവിടെ എന്തൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ തലേദിവസം ഉണ്ടാക്കുന്ന മീൻകറിയാണ്. അപ്പോൾ അത് നോക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉലുവയില്ല അതൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ വേണ്ടത് നമ്മളെ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചിയില്ല അത് ചീന്തി അരിഞ്ഞതും പിന്നെ അതേപോലെ അരിഞ്ഞതിനെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് വാടി വരുന്ന സമയത്ത് അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഒരു സെറ്റപ്പിൽ വാടി വരണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ, കാരണം മീൻ മസാല ഇടുന്നുണ്ട് കേട്ടോ. മീൻ മസാലയിൽ ആവശ്യത്തിനുള്ള മുളക് പൊടി അതിന് ആവശ്യമുള്ള മസാലയൊക്കെ അതിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ സിമ്മിൽ ഇടേണ്ടത്, കാരണം ചട്ടി ആയ കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് മൂത്ത് ആ പച്ചക്കുത്തലൊക്കെ മാറി വരുന്ന സമയത്ത്, അതായത് ഈ എണ്ണയും മസാലയും കൂടെ വേർതിരിഞ്ഞ് വരും കേട്ടോ. നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ അതിലേക്ക് ആ വെള്ളവും പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സെറ്റപ്പിലാക്കി എടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളമല്ലേ അത് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി തണുത്ത വെള്ളമൊന്നും ഒഴിച്ച് കളയരുത്, അതായത് പച്ചവെള്ളം അതൊന്നും ഒഴിക്കരുത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മീൻ, ഇപ്പോൾ ഇവിടെ ഞാൻ കേരമീൻ കേട്ടോ എടുത്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാവേ. തുണ്ടൻ മീനാണെങ്കിൽ അത്രയും നല്ലത്, നെയ്മീൻ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കണം. കുത്തി ഒന്നും ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതേപോലെ തവിച്ച് അലക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. എന്നിട്ട് ഇതേപോലെ ആവി വന്ന് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ മൂടി തുറന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് വറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടതെന്ന് വെച്ചാൽ കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതിൽ എണ്ണയൊന്നും നമ്മൾ ഒഴിക്കേണ്ട, സാധാരണ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കില്ലേ ലാസ്റ്റ്, അതിനൊന്നും ചെയ്യേണ്ട. പിന്നെ നമുക്കതൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ ഗ്യാസ് നിർത്തി നമുക്കൊരു 10-30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഒരു പ്രത്യേകമാണ്, ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറും കേട്ടോ. കണ്ടിട്ട് തന്നെ ഇങ്ങനെ കൊതിയാവുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി നോക്ക്. എന്താണ് കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റണം, അത്രയും ടേസ്റ്റുള്ളൊരു മീൻകറി കേട്ടോ. ഇനി ഇത് തലേ ദിവസം എടുക്കാനായിട്ടാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഒരാഴ്ചയൊക്കെ വെച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ ഇന്നിവിടെ കപ്പയായ കാരണം എന്താണ് കപ്പയുടെ കൂടെ ആയിട്ടോ എടുത്തേക്കുന്നത്. കുട്ടപ്പിക്ക് ചോറുണ്ടായിട്ട് അവന് ചോറ് വേണ്ട, മീൻകറി ഉണ്ടെങ്കിൽ അവന് കപ്പ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ കപ്പയും ആ മീനും കൂടി അങ്ങോട്ട് കുഴച്ച് മുറിച്ചിട്ട് കഴിച്ചു നോക്കണം മക്കളെ, വേറെ ലെവലിൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടപ്പി കഴിച്ചിട്ട് ഓന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ഒരാഴ്ചയൊക്കെ വെച്ചേക്കാം, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കണില്ലല്ലോ. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ.